എന്താടോ ഇന്നലെയും മിഞ്ഞാനൊന്നും വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടില്ല. നാട്ടിൽ പോയപ്പോ ഫുള്ള് ബിസിയായോ? അതെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ വീട് പണി തുടങ്ങണ കാര്യം. അതിന്റെ കുറച്ച് പാച്ചലിലാണ്. തിരിച്ചു വരുന്നതിന് മുമ്പേ 1-ാം വാർപ്പെങ്കിലും ചെയ്തു തീർക്കണം. അല്ല, എത്ര സ്ക്വയർ ഫീറ്റ് അപ്പൊ ഉദ്ദേശിക്കണേ? ഇപ്പൊ 2-3 പ്ലാൻ വരപ്പിച്ചു. എങ്ങനെ നോക്കിയാലേ ഒരു 10,000-3000 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഉണ്ടാവും. പിന്നെ 3 ആൺമക്കളല്ലേ വലുതാവണത്. ഓൽക്കൊക്കെ ഉള്ള റൂമും സൗകര്യങ്ങളും ഇപ്പൊ തന്നെ നമ്മൾ കരുതണ്ടേ. എന്നാ ഒരു പണി, നമ്മളെ ജാഫറിന്റെ ഒരു പുതിയ വീടിന്റെ പണി തുടങ്ങിയിട്ട് ഓന്റെ ഇപ്പത്തെ നിലയും വലിയും വെച്ചിട്ട് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് കുറയില്ലത്. ജാഫറിന് തുടങ്ങാലോ. കൊല്ലത്തിൽ 2-3 ഷോപ്പൊക്കെയാണ് അവൻ ഓപ്പൺ ചെയ്യണത്. എനിക്ക് അതിന്റെ 4-1 വലിപ്പം മതി. അതേമാതിരി ഉണ്ടാക്കണം എന്നല്ല പറഞ്ഞേ. ഇജത് പോയി കണ്ടാൽ എനിക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. ഏതായാലും ഇജൊന്ന് വിളിച്ചു നോക്ക്. ജാഫറെ, ഞാൻ അയച്ചെന്ന ലൊക്കേഷനിലെത്തി. ഇവിടെ അങ്ങനെ ഒരു വീട് പണി കാണുന്നില്ലല്ലോ. ഇജ് എന്റെ വീട് പണി നടക്കണോടത്ത് ഉണ്ടാവും പറഞ്ഞിട്ട് ഇതേനല്ല എന്റെ വീട് പണി നടക്കണണ്ടില്ലേ? അല്ല, അനക്കുണ്ടാക്കണ വീട്? ആ ഇതന്നെ 1500 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. എനിക്കും എന്റെ മക്കൾക്കും സുഖമായിട്ട് കഴിയാൻ ഇതുപോലെ. അനക്ക് 4 മക്കളില്ലേ? അതിന് അല്ല, അങ്ങനല്ലല്ലേ ഞാൻ കേട്ടത്. അന്നെ പോലെ ഒരാൾക്ക് ഇത്ര ചെറിയ വീട് മതിയോ? അതൊക്കെ തന്നെയാണ് എല്ലാരും ധാരണ. ഇന്ന് നമ്മൾ മക്കൾക്ക് വേണ്ടി എന്ന് വിചാരിച്ചുണ്ടാക്കുന്ന പല വീടുകളും നാളെ മക്കൾക്ക് പൊളിച്ചു കളയാനുള്ളതാ. കഴിഞ്ഞ തലമുറ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന വീട്ടിലപ്പം നമ്മൾ താമസിക്കുന്നത്. കാലത്തിനൊപ്പം കോലും മാറും. പിന്നെ ഇപ്പോഴത്തെ മക്കൾ അധികവും വിദേശത്ത് പഠനവും ജോലിയൊക്കെ ആയി ഒരു കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഓല് പിന്നെ അവിടെ സെറ്റിലാവും. പലർക്കും മാതാപിതാക്കൾ ഒരു ഭാരമാകുന്നത് അപ്പോഴാണ്. അപ്പൊ നമ്മളെ മക്കൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയൊക്കെണ്ടെന്ന് അജി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇനിയുള്ള തലമുറന്റെ കാഴ്ചപ്പാടൊക്കെ വേറെയാണ്. ഓൽക്ക് ഇനി ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വയസ്സായോല് കൂടിയിട്ടല്ല നാട്ടിൽ വൃദ്ധസദനം കൂടുന്നത്. ആർക്കും ആരും നോക്കാൻ നേരമില്ല. വീട് എന്ന് പറയുന്നതേ നമുക്ക് സമാധാനമായിട്ട് അന്തി ഉറങ്ങാനുള്ള ഒരു ഇടായിരിക്കണം. സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു കൂരയാണെങ്കിലും കൊട്ടാരത്തിന് തുല്യമായിരിക്കും. വാ, അകത്തൊക്കെ ഒന്ന് കയറി കാണാം. മനുഷ്യനും മാത്രം മാറും.